ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറേ കാലത്തിന് ശേഷം ഞാനൊരു പുതിയ മൊബൈൽ വാങ്ങിയിരിക്കുകയാണ്. ഇത് എൻ്റെ ഒരു സ്വന്തം സമ്പാദ്യം കൊണ്ട് ഞാൻ വാങ്ങിയൊരു മൊബൈലാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ സ്വന്തം സമ്പാദ്യം കൊണ്ടൊരു മൊബൈൽ വാങ്ങുന്നത്. അപ്പം പഴയ ഫോൺ നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു രീതി ആയപ്പോഴാണ് ഞാൻ പുതിയൊരു മൊബൈൽ വാങ്ങാമെന്നുള്ളൊരിതിലേക്ക് വന്നത്. കാരണം അതിന് ചാർജ് ഒന്നും അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ മൊബൈൽ ഡെഡായി പോയി കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും. സോ ഞാൻ ഒരു നല്ല ഫോൺ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു, കുറേ കാലത്തേക്ക് ഇനിയും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ സിയോമീൻ്റെ ഈ ഒരു ഫോണാണ് വാങ്ങിയത്. അപ്പം ഇതിന് ശരിക്കും എനിക്കൊരു 70Kയിലാണ് കിട്ടിയത് ഈ ഒരു മൊബൈൽ. കാരണം ഞാൻ നോക്കിയപ്പം വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു മൊബൈൽ നോക്കിയിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. സോ ഇവരെ പാക്കേജിങ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് വാങ്ങിയത്. അപ്പം മുന്നത്തെ എൻ്റെ മൊബൈലിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കയ്യിലൊക്കെ നല്ലപോലെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ചെറിയൊരു മൊബൈലാണ്. ചെറുതെന്ന് പറയുമ്പം തീരെ ചെറുതല്ല, പക്ഷേ മുന്നത്തെ മൊബൈലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചൊരു സൈസ് കുറവായിരുന്നു. പക്ഷെ എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇവരിതിൻ്റെ കൂടെ എനിക്ക് ചാർജറും അഡാപ്റ്ററും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സിം ഇജക്റ്റിംഗ് ടൂളും ഇവർ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാർജർ കിട്ടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു സന്തോഷമായിരുന്നു. ചില മൊബൈൽസിനൊന്നും അത് കിട്ടാറില്ലല്ലോ. അപ്പോൾ ഇതിന് കിട്ടുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇപ്പം അപ്ഡേറ്റഡ് ആയതുകൊണ്ട് തന്നെ പഴയതുപോലെ യൂസർ മാനുവലും അങ്ങനെയൊന്നും അവൈലബിൾ അല്ല കേട്ടോ. ജസ്റ്റ് ഒരു വാറണ്ടി കാർഡും വാർണിങ്ങും മാത്രമുള്ളൊരു കാർഡ് മാത്രമേ അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവരിതിൻ്റെ കൂടെ തന്നെ എനിക്കിങ്ങനെ മൊബൈലിൻ്റെ കവറും കൂടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. ചെറിയൊരു മാനുവൽ പോലെ തന്നിട്ടുള്ള ഒരു ബുക്കായിരുന്നു. അപ്പം അത്യാവശ്യം നല്ല കവർ തന്നെയാണ് കേട്ടോ. ഈ കവർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നല്ല ക്വാളിറ്റിയുള്ള കവറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര സിമ്പിളാണ്. പിന്നെ കളർ വൈസ് ആണെങ്കിലും ഭയങ്കര ബ്ലാക്ക് ഒന്നും അല്ല, അതൊരു ലൈറ്റ് എന്താ പറയുക സ്ലേറ്റ് കളറിൽ വരുന്ന ഒരു കളറിൻ്റെ ഒരു കവറാണ് വരുന്നത്. പക്ഷേ കവർ അല്ലാതെ നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ലൈറ്റ് ഗ്രീനാണ് ഈ മൊബൈലിൻ്റെ ഓവറോൾ ആയിട്ടുള്ള കളർ വരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു മൊബൈൽ എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ ഫോട്ടോ ആണെങ്കിലും നല്ല അടിപൊളി ഫോട്ടോയാണ്. ക്യാമറ ആണെങ്കിലും സിനിമാറ്റിക് മോഡ് അങ്ങനെയുള്ള എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു മൊബൈലാട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഒരു എയർപോർട്ടിൽ നിന്ന് എടുത്ത വീഡിയോ ആണിത്. ഒരു രാത്രി സമയമായിട്ടുണ്ടാവും. ഇത് ഞാൻ ചുമ്മാ ഉച്ചയ്ക്ക് എടുത്തൊരു ഫോട്ടോ ആട്ടോ. അപ്പോൾ നല്ല കളർഫുള്ളാണ്. ഇതിനകത്ത് ഫ്ലവേഴ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ, ഒരു എഡിറ്റിങ്ങോ ഒന്നും ഇല്ലാതെ എടുത്തൊരു ഫോട്ടോയാണ്. പക്ഷെ എന്നാലും നല്ല കളർ കോൺട്രാസ്റ്റിംഗ് ഒക്കെ ആയിട്ട് ഒരു DSLR എഫക്റ്റ് തരുന്നൊരു മൊബൈലാണ്. ഒരിക്കലും നമുക്കൊരു ക്യാമറയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്കിതിനകത്തെ ഫോട്ടോസും അതേപോലെ തന്നെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇനി മുതൽ നിങ്ങൾ കാണുന്ന എല്ലാ വീഡിയോസും എൻ്റെ ഈ ഒരു മൊബൈൽ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്ന വീഡിയോസ് ആയിരിക്കും. അതുകൂടാതെ ഗൂഗിളിൻ്റെ ഇങ്ങനത്തെ സെറ്റിങ്സ് ഉണ്ട്. പിന്നെ നമുക്ക് കുറേ തീംസ് ഉണ്ട് കേട്ടോ. നമുക്ക് പെറ്റ്സിനെയൊക്കെ നമുക്കിതിനകത്ത് ആഡ് ചെയ്യാം. ചുമ്മാ തൊടുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോ എക്സ്പ്രഷൻസ് ഒക്കെ കാണിക്കുന്ന കുറേ പെറ്റ്സും അങ്ങനെയൊക്കെ നമുക്ക് ജസ്റ്റ് വാൾപേപ്പറിൻ്റെ കൂടെ ഇങ്ങനെ ജസ്റ്റ് തൊട്ട് കളിക്കാൻ ബോറടിക്കുമ്പോൾ ഒക്കെ. അതേപോലെ തന്നെ കുറേ ഡിസൈനിൽ വരുന്ന തീംസ്, അതായത് കാലണ്ടറിനാണെങ്കിലും ക്ലോക്കിനാണെങ്കിലും ഒക്കെ കുറേ തീംസിലൊക്കെ ഉള്ളത് അവൈലബിൾ ആണ്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് നമ്മുടെ മൊബൈലിൽ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാവുന്നതാണ്. പിന്നെ അതുകൂടാതെ കുറേ നമുക്ക് സാധാരണ മൊബൈലിലുള്ള പോലെ തന്നെ ഫിംഗർ പ്രിൻറ്റും ഫേസ് ലോക്കും അങ്ങനത്തെ ഓരോ സെറ്റിങ്സും അവൈലബിൾ ആണ്. പിന്നെ ഡബിൾ സ്ക്രീൻ, അതായത് ഡ്യുവൽ സ്ക്രീൻ അവൈലബിൾ ആണ്. നമുക്ക് 2 ആപ്സ് ഒരേ സമയം നമുക്ക് തുറന്ന് വെക്കാൻ പറ്റും. ഞാനിതൊരു റിവ്യൂ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു അൺബോക്സിങ് വീഡിയോ പോലെ ഞാൻ ചെയ്യുന്നതല്ല. കാരണം മൊബൈലിനെ പറ്റി അധികം അങ്ങനെ പറയാനുള്ളൊരു ഇതിലുള്ള ആളല്ല ഞാൻ. പക്ഷേ എനിക്ക് അത്യാവശ്യം ഒരു നല്ല ഫോണായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫോൺസ് ആണെങ്കിലും ഒരു മിനിമലിസ്റ്റിക് ആയിട്ടാണ് ഇത് കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു മൊബൈൽ യൂസ് ചെയ്തിട്ട് നല്ല അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ മോശം അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് കൺസേണിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും അറിയിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. സോ ഓവറോൾ ഇത്രയും കാലം യൂസ് ചെയ്തതിൽ പെട്ടെന്ന് ചാർജ് ആവുന്നുണ്ട്. അങ്ങനെ ചാർജ് അധികം നിൽക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സോ ഓവറോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഈ ഒരു മൊബൈലിലായിട്ട് തോന്നിയിട്ടുള്ളത്. വീഡിയോൻ്റെ കേസാണെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് സ്റ്റഡി മോഡിൽ എടുക്കാനുള്ള ഓപ്ഷൻസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ എനിക്ക് നല്ല അഭിപ്രായം തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്